ആദ്യം തന്നെ ഒരു ജീവൻ ഇങ്ങനെ കൈക്കുമ്പിൾ എന്ന പോലെ രക്ഷിച്ചെടുത്ത കഥ പറയാം. തൃശ്ശൂരിലാണ്. അവിടെ ടർഫിൽ കളിക്കാനിറങ്ങിയതാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇപ്പോൾ ടർഫിലൊക്കെ പോകുന്ന ഒരു ശീലമായി മാറിയിട്ടുണ്ട്. പക്ഷേ കളിക്കുന്നതിനിടെ ഒരു യുവാവ് കുഴഞ്ഞു വീണു. ഒരുപാട് ഡോക്ടർമാർ അവിടെ ഇവിടെയൊക്കെയായി കളിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത ഗ്രൗണ്ടിലൊക്കെ അവർ ഓടിയെത്തി കുഴഞ്ഞു വീണ യുവാവിനെ വേണ്ട പ്രാഥമികമായിട്ടുള്ള ചികിത്സകളൊക്കെ നൽകി കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം കൃത്യമായി അദ്ദേഹത്തിന് CPR നൽകിയാണ് ആ യുവാവിൻ്റെ ജീവൻ സത്യത്തിൽ ആ ഡോക്ടർമാർ പിടിച്ചു നിർത്തിയത്. തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ഇപ്പോൾ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം കുട്ടനല്ലൂർ ടർഫിൽ കളിക്കാനെത്തിയ ചേർപ്പ് സ്വദേശിയായ യുവാവിന് പെട്ടെന്നാണ് അദ്ദേഹത്തിനൊരു തളർച്ച അനുഭവപ്പെടുകയും തളർന്നു വീഴുകയും ചെയ്തത്. ആ ഒരു സമയത്ത് തൊട്ടടുത്ത ടർഫിൽ ഒരു കൂട്ടം ഡോക്ടർമാർ ക്രിക്കറ്റ് കളിക്കാനായി എത്തിയിരുന്നു. അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുകയും ഉടനടി തന്നെ ഈ വ്യക്തിക്ക് CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിന് കാരണക്കാരായ ഡോക്ടർമാർ ചിലരാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരുടെ ഒരു കൂട്ടം ഡോക്ടർമാരാണെന്ന് IMAയുടെ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഒരു പരിശീലനത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ പുള്ളിയെ വിളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പുള്ളി പൾസില്ല, ചെറിയൊരു സീഷർ മാതിരിയൊക്കെ കാണിക്കുന്നു. പൾസില്ല. അപ്പോൾ നമ്മൾ പൾസില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് CPR സ്റ്റാർട്ട് ചെയ്യാണ്. CPR ഇനിഷ്യേറ്റ് ചെയ്തപ്പോൾ പുള്ളി കുറച്ച് റിക്കവർ ചെയ്യും. പിന്നെയും പൾസ് റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. സോ നമ്മളൊരു കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ്ലി CPR കണ്ടിന്യൂ ചെയ്തു. 25 മിനിറ്റ്സ് ആ ഗ്രൗണ്ടിൽ വി ഹാഡ് ഗിവൺ CPR. 25 മിനിറ്റ് വേറൊരു സപ്പോർട്ട്സും ഇല്ലാതെ CPR കൊടുത്തിട്ട് ഒരാളെ ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇടയ്ക്ക് നമ്മൾ CPR കൊടുക്കുമ്പോൾ യൂസ് ടു കം ബാക്ക് ടു ഒരു കോൺഷ്യസ്നെസ്. അപ്പോൾ ആൾക്ക് ആ പെയിൻ ഉണ്ടാവും. പിന്നെ നമ്മളൊന്ന് റിലീസ് ചെയ്യുമ്പോൾ ആൾ വേഗം വീണ്ടും അൺകോൺഷ്യസിനോട്ട് പോകും. അതെല്ലാം ഒരു മാസീവ് കാർഡിയക് അറസ്റ്റ്, ഒരു ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്കത് മനസ്സിലായി. ആ ഗ്രൗണ്ടിൽ നിന്ന് സ്ട്രെച്ചറിൽ എടുത്ത് ആംബുലൻസ് വരെ ഓടുന്ന ആ സമയം മാത്രമേ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാതിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു 100% നമ്മുടെ മെയിനായിട്ടുള്ള രക്തക്കൊയലായിട്ടുള്ള LED എന്ന് പറഞ്ഞാൽ അടഞ്ഞു പോയിട്ടും ആൾക്കൊരു കൂടുതൽ ഡാമേജ് ഒന്നും വരാതെ നമുക്ക് രക്ഷപ്പെടുത്താനായത്. CPR എന്ന് വെച്ചാൽ നമ്മൾ മാനുവലി നമ്മൾ കംപ്രസ് ചെയ്യാൻ നോക്കുകയാണ്. കംപ്രസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം നമുക്ക് ഒരു ഭാഗികമായിട്ടെങ്കിലും നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ബ്രെയിൻ ഡാമേജോ അല്ലെങ്കിൽ ബാക്കി അവയവങ്ങൾക്കും വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്തത്. അത് നമ്മൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസിനും ഈ ബ്ലഡ് സപ്ലൈ കുറയുകയും അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കുമ്പോഴാണ് ഒരു കോമാവസ്ഥയിലൊക്കെ ഹൃദയം പിന്നെ വീണ്ടും റിക്കവർ ചെയ്താൽ കൂടി ഈ ബ്രെയിൻ നോർമലായിട്ട് പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റോ അല്ലെങ്കിൽ കൊമറ്റോ സ്റ്റേറ്റിലൊക്കെ ആളുകൾ കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് ചിലപ്പോൾ ഇരുന്നേക്കാം. കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ജൂബിലി മിഷനിലേക്ക് ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് ആ ഉടനടി തന്നെ അവിടെ നിന്നും ഈ CPR ഒക്കെ നൽകി ഇങ്ങോട്ടേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനും കഴിഞ്ഞു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിടുകയും ചെയ്തു. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ശരിക്കും എന്തൊരു ഭാഗ്യമാണല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണമായിരുന്നു. അതുകൊണ്ട് ആ ഡോക്ടർമാർ തൊട്ടടുത്ത് തന്നെ അങ്ങനെ അവരൊരു മാച്ച് പ്രാക്ടീസിന് വേണ്ടി എത്തി. അവർ വേഗത്തിൽ ഇടപെടുന്നു. 25 മിനിറ്റ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടുള്ളൂ. 25 മിനിറ്റ് CPR നൽകി ഒരാളെ പിടിച്ചു നിർത്തിയെന്നാണ്. ആ യുവാവ് ജീവിതത്തിലേക്ക് സുഖകരമായി തിരിച്ചു വന്നതും സന്തോഷകരമായ കാര്യമാണ്. ലിഷോയ്, എനിക്ക് തോന്നുന്നു ആ ഡോക്ടർമാരെല്ലാവരും അല്ലേ അതിൻ്റെ ഒരു നന്മ അവർക്കുണ്ടാകട്ടെ. പിന്നീട് അവർ കണ്ടിട്ടുണ്ടാകാമായിരിക്കും. തൻ്റെ ജീവൻ തിരിച്ചു വന്ന ഡോക്ടർമാരോട് അദ്ദേഹവും ഒരുപക്ഷെ നന്ദി അറിയിച്ചിട്ടുണ്ടാകും. എന്തായാലും നല്ല കാര്യം അങ്ങനെ ഒരു മാച്ച് അവിടെ ഉണ്ടായതുപോലെ അല്ലേ. യുവാക്കൾ കളിക്കളങ്ങളിൽ തളർന്നു വീണ് ഹൃദയാഘാതം സംഭവിച്ചൊക്കെ തന്നെ മരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സംഭവവും സമാനമായ രീതിക്ക്, അതായത് ഈ ഒരു 2 മണിക്കൂറോളം ചേർപ്പിലുള്ളൊരു ഇടത്ത് ഫുട്ബോൾ കളിച്ച ശേഷമാണ് ഈ യുവാവ് 32-കാരനാണ്. അദ്ദേഹം കുട്ടനല്ലൂരിലേക്ക് എത്തുന്നത്. സുഹൃത്തുക്കളെ കാണാനാണ് എത്തിയത്. പക്ഷേ അവിടെ വെച്ചാണ് യാദൃശ്ചികമായി അദ്ദേഹം തളർന്നു വീണത്. ആ തളർന്നു വീണ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്ഥിതിയായിരുന്നു. സ്വാഭാവികമായും നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും തന്നെ പകച്ചു പോകുന്നൊരു നിമിഷമാണത്. എന്താണ്, ഏത് രീതിക്കാണ് ചെയ്യേണ്ടതെന്ന്. ആ സമയത്താണ് തൊട്ടടുത്ത് ഇതേ ടർഫിനോട് ചേർന്നുള്ള മറ്റൊരു ടർഫിൽ, അതായത് രണ്ടും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ഡോക്ടർമാർ, തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ്. അവരുടെ ഒരു IMAയുടെ ഒരു മാച്ചിൻ്റെ പ്രാക്ടീസിന് വേണ്ടി വന്നതായിരുന്നു. അവർ ഉടനടി ഈ ഒരു സംഭവം കാണുകയും അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഇവർ പൾസ് നോക്കിയ സമയത്ത് പൂർണ്ണമായും പൾസ് ലഭിക്കാത്തൊരു സ്ഥിതിയായിരുന്നു. സ്വാഭാവികമായും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സമയത്ത്
ഉടനടി നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഇവർ ഡോക്ടർമാരായതിനാൽ തന്നെ അവർക്ക് കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ഒരു അറിവുണ്ടായിരുന്നതിനാൽ തന്നെ ആദ്യം തന്നെ CPR നൽകി ആ ജീവൻ നിലനിർത്തുകയാണ് അവർ ചെയ്തത്. അങ്ങനെ CPR നൽകുക മാത്രമല്ല, എങ്ങനെ CPR നൽകണം എന്നുള്ള കാര്യം കൃത്യമായി അവർക്ക് അറിവുണ്ടായിരുന്നു. തുടർച്ചയായി ഒരു 20 മിനിറ്റോളം CPR നൽകി. ഒരു കാറിലോ മറ്റൊരു വാഹനത്തിലോ പോകാതെ അവർ ആംബുലൻസ് വന്ന് ശരിക്കും കിടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു സമയം അവർ അവിടെ കാത്തു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക് എത്തി. ആശുപത്രിയുടെ അകത്തേക്ക് എത്തുന്നത് വരേക്കും ഈ CPR നൽകുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ 32 വയസ്സുകാരന് അദ്ദേഹത്തിന് ജീവൻ തിരിച്ച് ലഭിച്ചതും. കാരണം ഏകദേശം കുട്ടനല്ലൂരിൽ നിന്നും ആ ഒരു സമയത്ത് ഈ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റിലധികം 10-15 മിനിറ്റിലധികം സമയം വരും. CPR ഒന്നും ലഭിക്കാതെ അത്തരത്തിൽ അങ്ങനെ ഉള്ളൊരു സമയമൊക്കെ തന്നെ പോരുകയാണെങ്കിൽ അതൊരു പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് വരെ എത്തും. ശരിയാണ്, അത് കൃത്യമായി അല്ലേ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ശരിയാണ് ലിഷ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങളൊക്കെ സമീപകാലത്ത് ഇങ്ങനെ കൂടി വരുന്നു എന്നൊക്കെ ആശങ്ക പലരും പറയാറുണ്ട്. പക്ഷേ സംഭവിച്ചു പോകുന്നു. എന്തായാലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അങ്ങനെ ഡോക്ടർമാരൊരു സഹായം തൊട്ടടുത്ത് കിട്ടിയെന്നതാണ് വലിയ ഭാഗ്യം. അപ്പോൾ ആ ഡോക്ടർമാർ കൂടി നന്മകൾ നേരുന്നു.